സംഗീതത്തിൻ്റെ ഈ എപ്പിസോഡ് ചിത്രീകരിക്കാൻ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് UK പ്രശസ്തമായ മാൽവേൺ ഹിൽസാണ്. നമ്മൾ ഇപ്പോൾ ഈ പ്രശാന്ത സുന്ദരമായ മാൽവേൺ ഹിൽസിൻ്റെ താഴ്വരയിലാണ്. ഇന്ന് നമ്മോടൊപ്പം സംഗീത മേഖലയിൽ സ്വന്തം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് കേരളത്തിലെ കൊല്ലത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രമോദ് എന്ന അനുഗ്രഹീത ഗായകനാണ്. നമുക്ക് ഈ സായാഹ്നം ഇന്ന് അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാം. പ്രമോദ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. സംഗീതമേഘം പരിപാടിയിലേക്ക് സ്വാഗതം. വളരെ നന്ദി. നമ്മുടെ സംഗീതമേഘം പരിപാടി കാണാറുണ്ട് എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇതൊരു വൻ സംരംഭമാവുന്നുള്ളതിനെ കുറിച്ച് യാതൊരു സംശയം തന്നെയില്ല. നമ്മുടെ സംഗീതമേഘം പരിപാടിക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകരെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് പ്രമോദ്. ഞാൻ കേരളത്തിലെ കൊല്ലം ജില്ലയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യം വന്നത് മാൽവേണിലേക്കാണ്. മാൽവേണിൽ നിന്നും പിന്നെ ഞാൻ ബ്രിസ്റ്റലിലേക്ക് മൂവ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ ഭാര്യ അഞ്ജു, എൻ്റെ 2 കുട്ടികൾ അരവിന്ദ്, ഇത് ഞങ്ങളുടെ ദിയക്കുട്ടി. അരവിന്ദ് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആവാൻ പോവുകയാണ്. ദിയ മോൾക്ക് ഏകദേശം 8 മാസമായിട്ട് പ്രായമായിട്ടുണ്ട്. അഞ്ജു തന്നെ സ്വയം പരിചയപ്പെടുത്തും. ഞാൻ മൈക്ക് അഞ്ജുവിന് കൊടുക്കാം. ഞാൻ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ ബ്രിസ്റ്റലിൽ UBHT ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുക. ഞാനും ബ്രിസ്റ്റലിൽ തന്നെ NHS ബ്ലഡ് ആൻഡ് ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു സ്പെഷ്യൽ വിങ്ങിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ബ്രിസ്റ്റലിൽ തന്നെയാണ്. അപ്പോൾ പ്രമോദ് ചേട്ടാ, ഈ സംഗീത രംഗത്തേക്ക് കടന്നു വന്നിട്ട് ഏകദേശം എത്ര നാളായി? ഓർമ്മ വെച്ച നാൾ മുതൽ എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് മുതൽ സംഗീതം കേൾക്കാൻ തുടങ്ങിയതാണ്. ആ കേട്ട നാൾ തൊട്ടുള്ള ഇഷ്ടമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ സാഹചര്യങ്ങൾ ശരിയായി വരാത്തത് കൊണ്ട് സംഗീതം പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ സംഗീതത്തെ ഇഷ്ടപ്പെട്ടു, ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു, ഇനി ഇഷ്ടപ്പെടുകയും ചെയ്യും. പ്രമോദ് ചേട്ടൻ്റെ ആരാധകരെല്ലാം പറയുന്നത് പ്രമോദ് ചേട്ടൻ ഒരു ഗ്രേറ്റ് സിംഗർ എന്നാണ്. നല്ലൊരു കാര്യമാണ്, നല്ലൊരു അപ്രീസിയേഷൻ കിട്ടുന്നത്. ഏകദേശം എത്ര സ്റ്റേജുകളിൽ ഇവിടെ UK പങ്കെടുത്തിട്ടുണ്ടാവും, ഒരു പാട്ടുകൾ പെർഫോം ചെയ്തിട്ടുണ്ടാവും? എണ്ണം ശരിക്കും ഓർമ്മയില്ല. പക്ഷേ എന്നാലും ഒരു 50-ലേറെ സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ ഈ പോകുന്ന സ്റ്റേജുകളിൽ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയായിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. പോകുന്നിടത്തെല്ലാം നമ്മൾക്കും മറ്റുള്ളവർക്കും ശരിക്കും ആസ്വദിക്കാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യമുള്ളിടത്ത് മാത്രമാണ്. അങ്ങനെയുള്ള സുഹൃത്ത് വലയത്തിനുള്ളിലാണ് മിക്കവാറും ഞാൻ ചെയ്യുന്നത്. ഒരുപാട് പ്രൊഫഷണൽ ലെവലിലേക്ക് ഞാനങ്ങ് പോയിട്ടില്ല. ചേച്ചി ചേട്ടൻ്റെ പെർഫോമൻസ് എല്ലാം കാണാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. ചേട്ടൻ്റെ പെർഫോമൻസുകളെ കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം? ഞാനങ്ങനെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിനൊന്നും കൂടെ പോകാറില്ല. പാട്ടിഷ്ടമാണ്. പെർഫോമൻസ് എല്ലാ പെർഫോമൻസൊന്നും കണ്ടിട്ടില്ല, എന്നാലും കഴിയുന്നിടത്തോളം സ്റ്റേജുകളിൽ കൂടെ പോകാറുണ്ട്. പിന്നെ പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്, പ്രോത്സാഹിപ്പിക്കാറുണ്ട്, പിന്നെ ക്രിട്ടിസൈസ് ചെയ്യാറും ഉണ്ട്. പിന്നെ എനിക്ക് പാട്ടിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല, എന്നാലും എന്നെ കൊണ്ടറിയാവുന്നത് ഞാൻ പറയാറുണ്ട്. കാണാനഴകുള്ള മാണിക്യക്കുയിലേ, കാടാറു മാസം കഴിഞ്ഞില്ലേ, കാണാനഴകുള്ള മാണിക്യക്കുയിലേ, കാടാറു മാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈ മണിമാവിൻ്റെ കൊമ്പില് പെൺകുയിലാളൊത്തു വന്നാട്ടെ, നിന്റെ പെൺകുയിലാളൊത്തു വന്നാട്ടെ, കാണാനഴകുള്ള മാണിക്യക്കുയിലേ, കാടാറു മാസം കഴിഞ്ഞില്ലേ.
ഇരവയുണർന്നു നല്ലലമൊഴുകി കുളിരരുവി കല്ലുമലിയുന്ന പാട്ടു ചുരത്തുന്ന ചെല്ലക്കുടവുമായി വന്നാട്ടെ കല്ലുമലിയുന്ന പാട്ടു ചുരത്തുന്ന ചെല്ലക്കുടവുമായി വന്നാട്ടെ നിന്റെ പുള്ളുക്കുടവുമായി വന്നാട്ടെ കാണാനഴകുള്ള മാണിക്യക്കുയിലേ കാടാറുമാസം കഴിഞ്ഞില്ലേ ചമ്പകത്തിൽ മലരമ്പനും പോറുതിക്കായി വന്നിറങ്ങി അമ്പലനടയിലെ ചമ്പകത്തിൽ മലരമ്പനും പോറുതിക്കായി വന്നിറങ്ങി മാവായ മാവെല്ലാം പൂത്തിറങ്ങി മണമുള്ള മാണിക്യ പൂത്തിരികൾ മാവായ മാവെല്ലാം പൂത്തിറങ്ങി മണമുള്ള മാണിക്യ പൂത്തിരികൾ നിന്റെ മാരനെ എതിരേൽക്കും പൂത്തിരികൾ കാണാനഴകുള്ള മാണിക്യക്കുയിലേ കാടാറുമാസം കഴിഞ്ഞില്ലേ അങ്കണത്തൈ മണിമാവിൻ്റെ കൊമ്പിൽ പെൺകുയിലാളൊത്തു വന്നാട്ടെ നിന്റെ പെൺകുയിലാളൊത്തു വന്നാട്ടെ 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 അപ്പോൾ ബ്രിസ്റ്റോൾ വോയിസിനെ കുറിച്ച് യു കെയിലുള്ള ഏകദേശപ്പെട്ട ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിലെ ആൾക്കാർക്കും അറിയാം. അപ്പം ബ്രിസ്റ്റോൾ വോയിസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബ്രിസ്റ്റോൾ വോയിസ് എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ട്രൂപ്പായിട്ട് കാണുന്നതിലും എനിക്ക് കാണാൻ താല്പര്യം പാട്ടിനെ ഇഷ്ടപ്പെടുന്ന 3-4 ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. പാട്ടിനു വേണ്ടി സമയം ചിലവഴിക്കാൻ താല്പര്യമുള്ള ഇവർ ഒത്തുകൂടുമ്പോൾ അവരുടെ ആനന്ദത്തിനും ഒപ്പം തന്നെ ഈ പ്രോഗ്രാം കാണാൻ വരുന്നവരെ കുറച്ച് സന്തോഷിപ്പിക്കാനും ഉള്ള ഒരു ചെറിയ ശ്രമമാണ് ഞങ്ങൾ എപ്പോഴും നടത്താറുള്ളത്. ബ്രിസ്റ്റോൾ വോയിസിൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ദേവലാൽ, അദ്ദേഹം ബ്രിസ്റ്റോളിലാണ്. ഒപ്പം തന്നെ ഹരീഷ് കവൻട്രിയിൽ നിന്നും, ലൈജു, നിങ്ങളെ ഇനി പരിചയപ്പെടും ലൈജുവിനെ. ഞങ്ങളെല്ലാവരും കുറച്ച് സമയം ചെലവഴിക്കാൻ ഒത്തുകൂടുകയാണ്. അപ്പോൾ അഞ്ജു ചേച്ചി ചേട്ടനെ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് എന്നാണ് ചേട്ടൻ്റെ പാട്ട് കേട്ടത്? ആദ്യമായിട്ട് യു കെയിൽ വന്നതിന് ശേഷം ഞങ്ങൾ ബ്രിസ്റ്റലിൽ തന്നെ സൗത്ത് മെയ്ഡിൽ ഒരു ഓണം പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സ്റ്റേജ് പ്രോഗ്രാമിൽ പാട്ട് പാടി. ആ പാട്ടാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് സ്റ്റേജിലെന്ന് പറയുന്നത്. ഒരുപാട് പാട്ടല്ലാതെ സ്റ്റേജിലല്ലാതെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യം പറയാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം എനിക്ക് ചിക്കൻ ബോക്സ് ആകും. ഗൾഫിൽ നിന്ന് 1 മാസം അവധിക്ക് ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് കല്യാണം നടക്കുന്നത്. എനിക്ക് ചിക്കൻ ബോക്സ് ആയപ്പോൾ മറ്റാർക്കും വരാതിരിക്കാൻ വേണ്ടി എന്നെ വീട്ടിൻ്റെ ഔട്ട് ഹൗസിലേക്ക് മാറ്റി. അപ്പോൾ അവിടുത്തെ ഒരു കുഞ്ഞ് ജനാലയിൽ കൂടെ എനിക്ക് അഞ്ജുവിനെ അപ്പുറത്ത് വീട്ടിൽ കാണാം. അപ്പോൾ ഞാൻ കുറേ പാട്ട് അകത്തുനിന്ന് പാടി. എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ചിക്കൻ ബോക്സ് മാറിക്കഴിഞ്ഞ് ഞാൻ വീട്ടിനകത്ത് പ്രവേശനം വന്നതിൻ്റെ അന്ന് അഞ്ജുവിന് ചിക്കൻ ബോക്സ് ആയി. സോ ആ 2 വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് യു കെയിൽ വരണമായിരുന്നു. അപ്പം ഞാൻ നേരെ യു കെയിലോട്ട് പോയിരുന്നു. പിന്നെ ഫോൺ വഴിയായി പാട്ടുകൾ. സ്റ്റേജിൽ കാണുന്നതാണ് സൗത്ത് മെയിൽ ആദ്യമായിട്ട് നടക്കും. അപ്പോൾ പ്രമോദ് ചേട്ടാ, ഈ സംഗീത ലോകത്ത് ചേട്ടൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? എവിടെ നിന്നാണ് സംഗീതം ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയത്? ഞാൻ
സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിലാണെങ്കിൽ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് ആ പ്രായത്തിലൊക്കെയുള്ള സ്കൂളിലെ ചെറിയ വേദികളിൽ പാട്ട് പാടാനായിട്ട് എന്നെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പം ചെറിയ പാട്ടുകളൊക്കെ പാടുമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ആ സ്കൂളിൽ തന്നെ ടീച്ചേഴ്സായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഏറ്റവും പ്രധാന സംഭവം എന്ന് വെച്ചാൽ നാട്ടിലെ ഓണാഘോഷങ്ങളാണ്. ഓണാഘോഷത്തിന് എൻ്റെ തുടക്കം കവിതയിലായിരുന്നു, പദ്യപാരായണത്തിലായിരുന്നു തുടക്കം. അതാണ്, കവികളെയാണ് എനിക്കിഷ്ടം, കവിതകളെയാണ് ഏറ്റവും ഏറെ ഇഷ്ടം. ജീവിതത്തിലേറെ മറക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങളിലുണ്ട്. കവിത പാടുന്നതിന് വേണ്ടി ഒരുപാട് കോമ്പറ്റീഷനുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്തിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് മെഡിക്കൽ കോളേജിനെ പ്രതിനിധീകരിച്ച് യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലും അതുപോലെ തന്നെ ഇൻ്റർമെഡിക്കൽ യൂത്ത് ഫെസ്റ്റിവൽസിന് ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ കവിതയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതിനിടയിൽ പ്രൊഫസർ മധുസൂദനൻ നായർ സാറിനെ പരിചയപ്പെടാനിടയായി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുക, കാണുക, സംസാരിക്കുക, ഇതിനൊക്കെയുള്ള ഒരു അവസരം കിട്ടുകയും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അടുത്ത എൻ്റെ ചെയ്യാൻ പോകുന്ന വർക്കിൽ നിന്ന് ഞാൻ ഇൻവോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുതന്നെ ഒരു അപ്രീസിയേഷൻ, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അപ്രീസിയേഷനായിരുന്നു. അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അതിൽ രസകരമായൊരു സംഭവമുണ്ട്. അതായത് ആദ്യത്തെ കവിത ഞാൻ പഠിക്കുന്നത് കുമാരനാശാൻ്റെ വീണപ്പൂവാണ്. തൂമത്തേടും തൻപാള കിണറ്റിലിട്ട് ഓമൽ കയ്യാൽ കയറ് വലിച്ചുടൻ എന്നുള്ള പാട്ട്. അതിൻ്റെ 2 വരി കഴിഞ്ഞപ്പോഴത്തേക്ക് കവിത ഞാൻ മറന്നുപോയി. സ്റ്റേജിൽ നിന്ന് ഞാൻ എല്ലാവരും നോക്കുക, ആരെങ്കിലും ഈ പാളയെന്ന് കണക്ട് എനിക്ക് തരുമോ അടുത്ത വരി? ആരും തരുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന വരിയാണ്, ആരും തരുന്നില്ല. ഞാനവിടെ വീണ്ടും ഈ തൂമത്തേടും തന്നെ 4 തവണ ഞാൻ റിപ്പീറ്റ് ചെയ്തു. 5ാമത് റിപ്പീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഒരു സഹോദരൻ വന്നു തന്നെ, മതി, പാള അവിടെ കിടക്കട്ടെ, നീ പോരും. ഇത്രയും നേരം ഡെയിലി മലയാളം പ്രേക്ഷകർക്ക് വേണ്ടി പ്രമോദിയേട്ടൻ്റെയും ചേച്ചിയുടെയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് സംഗീതമേഘം പ്രേക്ഷകരുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനമായി എന്താണ് ചേട്ടന് പ്രേക്ഷകരോട് പറയാനുള്ളത്? വളർന്നു വരുന്ന യുവഗായകർക്ക് വേണ്ടി നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്ന അവസരങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സംഗീതമേഘം പോലെയുള്ള ഇത്തരം പരിപാടികൾ ഇവിടെ വളർന്നു വരുന്ന യുവഗായകർക്ക് തികച്ചും ഒരു പ്രചോദനമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡെയിലി മലയാളത്തിൻ്റെ ടീമിനും പ്രത്യേകിച്ചും ഹരീഷിനും ഒപ്പം തന്നെ ശ്രീ തോമസ് ടി ആൻഡൂറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്.